കെ നാരായണേട്ടൻ വളരെ സൗമ്യനായ എന്നാൽ ഏറ്റവും ശക്തനായ സംഘാടകനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറച്ച് നാളായിട്ട് അസുഖമൊക്കെ ഉണ്ടായിരുന്നു, നല്ല തോതിൽ ഡയബറ്റിക് ആയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ നാരായണൻ ഇത്ര പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് നമ്മൾ ആരും കരുതിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് വന്ദേഭാരത് ട്രെയിനിന് വരുമ്പോൾ എറണാകുളത്ത് നിന്ന് നാരായണനും സുശീലയും ഭാര്യയും വണ്ടി കയറിയിരുന്നു. എൻ്റെ കമ്പാർട്ട്മെൻറ്റിലൂടെ പെട്ടെന്ന് നടന്നു പോകുമ്പോൾ നാരായണനാണല്ലോ എന്ന് വെച്ച് നോക്കുമ്പോഴേക്കും നാരായണൻ അങ്ങോട്ട് കടന്നുപോയി. പക്ഷേ ഭാര്യ സുശീല എന്നെ കണ്ടു, ലോഹിയൊക്കെ പറഞ്ഞ് എറണാകുളത്ത് ഒരു പരിപാടിക്ക് വന്നതാണെന്നും പറഞ്ഞിട്ട് പോവുകയുണ്ടായത്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിറ്റേന്ന് നാരായണൻ നമ്മുടെ ഇടയിൽ നിന്ന് പോകുന്നുള്ളത്. അതും ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ട് കുഴഞ്ഞു വീഴുകയും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വേർപെടുകയും ചെയ്തത്. നാരായണനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൗമ്യനായി സൈലൻ്റായി എന്ന് പറയാം, അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് നടത്തുക. പക്ഷേ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം അത് ഏതായാലും വളരെ കൃത്യമായിട്ട് നിർവഹിക്കണമെന്നുള്ള വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ മുന്നിലൊരു പാഠപുസ്തകമാണ് നാരായണേട്ടൻ എന്നുള്ളതാണ് ശരി. അപ്പോൾ അദ്ദേഹം ഭാരവാഹിയായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുണ്ട്, ജനപ്രതിനിധിയായിട്ട് MLA ആയിട്ടുണ്ട്. അതുപോലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നുള്ള നിലയിൽ നന്നായിട്ട് എല്ലാ ഏരിയ കമ്മിറ്റികളും മീറ്റ് ചെയ്തുകൊണ്ടുള്ള സംഘാടകനായിട്ടുണ്ട്. ഇതിലേത് പ്രവർത്തനമാകുമ്പോഴും ഏറ്റെടുത്ത ആ ജോലി ഏറ്റവും സ്തുത്യർഹമായി നിർവഹിക്കാൻ നാരായണൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. നാരായണനെ കൊണ്ട് പറയുമ്പോൾ സഹകരണ മേഖലയിലെ ഏറ്റവും വലിയൊരു അസറ്റായിരുന്നു അദ്ദേഹം. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വലിയ മുതൽക്കൂട്ടായിരുന്നു എന്നുള്ളതാണ്. AK ആശുപത്രിയുടെ ഭാരവാഹിത്വം മുതൽ അങ്ങനെയുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിത്വം അടക്കം എടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. എനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണ്. ഈ KK എന്നുള്ള ഇനീഷ്യൽ കാരണം അപൂർവം ചിലരെങ്കിലും ഞങ്ങൾ സഹോദരങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. എന്നോട് ചോദിച്ചിരുന്നു, ടീച്ചറിൻ്റെ ജ്യേഷ്ഠനാണോ KK നാരായണൻ എന്ന് ചോദിച്ചിരുന്നു. തമാശയ്ക്ക് ചിലർ പറയായിരുന്നു, എല്ലാം നിങ്ങൾ സഹോദരങ്ങൾക്കാണോ, KK നാരായണൻ MLA, KK ശൈലജ MLA, ചിലപ്പോൾ രാകേഷിനെയും പറയും KK രാകേഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് വെറുതെ പറഞ്ഞതാണെങ്കിലും നാരായണേട്ടൻ ചിലപ്പോൾ എൻ്റെ സഹോദരനാണെന്ന് ചിലരെങ്കിലും സംശയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സഹോദര നിർവിശേഷമായിട്ടുള്ള സ്നേഹമാണ് എനിക്ക് നാരായണേട്ടനിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. നാരായണേട്ടൻ്റെ വേർപാട് വലിയ സങ്കടമായി, പാർട്ടി സംഘടനയ്ക്ക് വലിയ തോതിലുള്ള ഒരു പോരായ്മ കുറവായിട്ട്, വലിയൊരു നഷ്ടമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് തടുക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നടത്തിയ ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനവും സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകളും നമ്മുടെ കൂടെയുണ്ട്. അതെന്നും നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. നാരായണേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.